ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, യേശുവിൻ്റെ മരണം എന്തുകൊണ്ടായിരുന്നു കുരിശുമരണത്തിലൂടെ ആയത്? മറ്റേതെങ്കിലും രീതിയിൽ ആ കാലഘട്ടത്തിൻ്റെ നിയമത്തിനനുസരിച്ച് വിട്ടുപോയിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിലായില്ലേ? എന്തുകൊണ്ടാണ് കുരിശ് ഇത്രത്തോളം പ്രാധാന്യമായത്? കുരിശുമരണം ഇത്രത്തോളം പ്രാധാന്യമായത്? എനിക്ക് തോന്നുന്നു അതൊരു ദൈവനിശ്ചയമായിരിക്കണം, പിതാവിൻ്റെ ഹിതമായിരിക്കണം. കാര്യം, യേശു ഈ ഭൂമിയിൽ പഠിപ്പിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവസ്നേഹവും രണ്ട് മനുഷ്യസ്നേഹമാണ്. ഈ രണ്ട് സ്നേഹത്തിൻ്റെയും കൃത്യമായ എക്സാമ്പിൾ നമ്മൾ കാണുന്നത് ആ കുരിശിലാണ്. അത് ജീവിച്ച് കാട്ടാൻ ഇതിനേക്കാളും മനോഹരമായ മറ്റൊരു രീതി ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കുരിശിൻ്റെ ആകൃതി നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്തായിരുന്നു ക്രിസ്തു ഈ ഭൂമിക്ക് പറയാൻ ആഗ്രഹിച്ചത്. കുരിശു രൂപത്തിൽ ഒരു ഭാഗം മുകളിലേക്കാണ്. യേശു ശിരസ് ആ മുകളിലേക്കുള്ള ഭാഗത്തേക്ക് ചാരി വെച്ചിട്ടാണ് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിയത്. ആ പിതാവിനോടാണ് സംസാരിച്ചത്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. എന്ന് വെച്ചാൽ അതിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, അപ്പനോടുള്ള ഇഷ്ടമുണ്ട്, അഗാധമായ ബന്ധമുണ്ട്. യേശുവിൻ്റെ കരങ്ങൾ എവിടെയാണ്? അത് വലത്തോട്ടും ഇടത്തോട്ടും നീണ്ടു നിൽക്കുന്ന രണ്ട് കുരിശിൻ്റെ ഭാഗങ്ങളാണ്. എന്ന് വെച്ചാൽ വിരിച്ച കരങ്ങളെ ഈ ഭൂമിയുടെ മുഴുവനെയും അവൻ ചേർത്ത് പിടിച്ചതിൻ്റെ സൂചനയാണ്. ക്രിസ്തു മരിക്കുമ്പോൾ കരങ്ങൾ രണ്ടും വിരിച്ചാണ് വച്ചത്. ഓരോ മനുഷ്യനോടുമുള്ള സ്നേഹത്തെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവരെന്ന് വിളിക്കുന്ന തക്ക വിധത്തിൽ അവൻ കരങ്ങൾ വിരിച്ചുകൊണ്ടാണ് ഈ ഭൂമിയോട് വിട പറഞ്ഞത്. അങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ആ കുരിശിൻ്റെ ഭാഗം സ്വർഗത്തിലെ പിതാവിനോടും വലത്തോട്ടും ഇടത്തോട്ടുമുള്ള ക്രൂശിത രൂപം ഈ ഭൂമിയിലെ മനുഷ്യരെയും ഓർമ്മിപ്പിക്കുന്നതാണ്. കുരിശിലെ സ്നേഹമെന്ന് പറഞ്ഞാൽ പിതാവിനോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹമാണ്. ശരിയല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഈ സ്നേഹത്തിന് വേണ്ടിയാണ്. അതാണെന്ന് ഗോസ്പലിൽ പറഞ്ഞത്. ഏതാണ് ഏറ്റവും വലിയ നിയമം? അത് ദൈവസ്നേഹമാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ അതിൽ അല്പം പോലും അയവ് വരരുത്. അത് മോശയുടെ കാലം മുതലുള്ള നിയമമാണ്. നിയമം എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. രണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിനക്ക് മുറിയുമ്പോൾ അവനും മുറിയുന്നൊരു ഓർമ്മയില്ലേ? നിനക്ക് വേദനിക്കുമ്പോൾ അവനും വേദനിക്കുന്നൊരു തിരിച്ചറിവില്ലേ? നിനക്ക് സങ്കടം വരുമ്പോൾ അവനും സങ്കടം വരുന്നതെന്നൊരു ബോധ്യമില്ലേ? അങ്ങനെ നീ എന്തുമാത്രം നിന്നെ കരുതുന്നുവോ അതുപോലെ നീ സഹോദരനെ കരുതണം. അതാണ് സ്നേഹത്തിന് സുവിശേഷം നൽകിയ വ്യാഖ്യാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.